ലൈവ് ന്യൂസ് പുതുക്കാട്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി DYFI സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മനുഷ്യച്ചങ്ങല കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 673 കിലോമീറ്റർ ദൂരത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന യുവതീ യുവാക്കളും ബഹുജനങ്ങളും അണിചേർന്നുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് തുടരുന്ന നിയമന നിരോധനത്തിനെതിരായും റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരായും കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരായും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഈ മഹാപ്രക്ഷോഭം DYFI ഇന്ന് ആഹ്വാനം ചെയ്ത് സംഘടിപ്പിച്ചത്. കേരളത്തോട് എല്ലാ തരത്തിലും BJP കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട് കേരളീയ സമൂഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലാണ്. റെയിൽവേ രംഗം വലിയ തോതിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ദുസ്സഹമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ലഭ്യമായിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നല്ല തീവണ്ടികളില്ല. അതുപോലെ തന്നെ ചാർജ് വർദ്ധിപ്പിക്കുകയാണ്. സിൽവർ ലൈൻ ഇതിനെല്ലാം ബദലായി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോൾ അതിന് അനുമതി നൽകാതെ BJPയുടെ നിലപാടിൻ്റെ ഭാഗമായി അത് ഇല്ലായ്മ ചെയ്യുകയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ നിരന്തരമായി റെയിൽവേ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ് പ്രധാനമായും ഈ സമരം. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസുകളിൽ 9 ലക്ഷത്തോളം വരുന്ന ഒഴിവുകളുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രമായി 3.5 ലക്ഷം ഒഴിവുകളാണ്. ഇത്തരം ഒഴിവുകളുള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഘട്ടത്തിൽ നിയമന നിരോധന ഉത്തരവാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്നത്. അത് ഇന്ത്യൻ ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയാണ്. രാജ്യത്ത് കോടിക്കണക്കിന് ഏകദേശം 75 കോടിയോളം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ തൊഴിൽ രഹിതരായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ അത്തരം ഘട്ടത്തിലാണ് നിയമന നിരോധന ഉത്തരവുമായി BJP ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമായി രാജ്യത്തും ലോകത്തും നടപ്പിലാക്കുന്ന ഈ രാഷ്ട്രീയ നയങ്ങൾക്ക് ബദലായി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് സാമൂഹ്യക്ഷേമ രംഗത്ത്, വികസന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, വ്യാവസായിക രംഗത്ത് എല്ലാ മേഖലകളിലും ബദലുയർത്തി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ബദലുയർത്തി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേരളത്തിലെ വലതുപക്ഷമാകെ ചേർന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് സ്വീകരിക്കുന്നത്. കേരളത്തിൽ RSSന് BJPക്ക് ഇടം നൽകുന്നില്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട്, കേരളീയ സമൂഹത്തോട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കാരണം. അതുകൊണ്ട് ഈ നിലപാടുകൾ തിരുത്താൻ കേന്ദ്ര BJP ഗവൺമെൻറ് തയ്യാറാകണം. ഈ കേരളത്തിലെ ജനങ്ങളാകെ കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകൾക്കെതിരായി നിരന്തരമായ പ്രോജ്വലമായ പോരാട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയി അതിജീവിക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ മഹാപോരാട്ടത്തിലൂടെ നടത്തിയത് എന്ന് മനസ്സിലാക്കണം. എല്ലാ ജനങ്ങളും ഈ പ്രക്ഷോഭം ഉയർത്തുന്ന മുദ്രാവാക്യത്തോടൊപ്പം അണിചേർന്നതിൽ പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. BJP ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസോ അതിന് കൂട്ടുനിൽക്കുകയാണ്. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും എതിരായി കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് BJPയും കോൺഗ്രസും. അതാണ് ഈ രാജ്യത്ത് കേരളത്തിൽ കാണുന്നത്. എല്ലാറ്റിനെയും എതിർക്കുക അല്ലേ? ഇപ്പൊ നവകേരള സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. സർക്കാർ പരിപാടിയുടെ പരാതികൾ കേൾക്കാൻ ജനങ്ങളുടെ കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനെതിരായി 4:57 അനൗൺസ്മെന്റ് റെക്കോർഡ് നിർത്തിക്കോ. 4:57 കൃത്യം 5 മണിക്ക് കൈകൾ കൂട്ടിപ്പിടിച്ച് കൃത്യം 5 മണിക്ക് കൈ കോർത്തു പിടിച്ച് കൈ മുകളിലേക്ക് ഉയർത്തി നിൽക്കണം.
അനൗൺസ് ചെയ്തതിന് ശേഷം മതി. 5 മണിയാവട്ടെ. 5 മണിക്ക് കൈ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി നിൽക്കണം. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതാണ്. പ്രതിജ്ഞ ചൊല്ലിത്തരുമ്പോൾ കൈ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതാണ്. കൈകൾ കോർത്ത് ചങ്ങല തീർക്കണം. മുഴുവൻ സഖാക്കളും കൈകൾ ഉയർത്തി ചങ്ങല കോർക്കണം. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രു രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസ് ആക്കിയിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ബദൽ പദ്ധതിയായി വിഭാവനം ചെയ്ത സിൽവർ ലൈന് അനുമതി നൽകുന്നില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ BJP ഭരണം 100 വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. ഇതിനെതിരായ സമരമുന്നണിയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.